Exercise 4.3, question number 5. In a class test, sum of Shifali'S marks in mathematics and English is 30. Had she got 2 marks more in mathematics and 3 marks less in English, the product of the marks would have 210. Find her marks in the 2 subjects. ഇപ്പോൾ ഇവിടെ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? 2 സബ്ജക്ട്സിലെ മാർക്സ് ആണ്, അതായത് മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷിന് ഷിഫാനിക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മളത് വാരിയബിൾസ് അസ്യൂം ചെയ്യാം. ലെറ്റ് ഷിഫാലിസ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ബി എക്സ് ആൻഡ് ഇൻ ഇംഗ്ലീഷ് ബി വൈ. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമുക്ക് ഒരു വാരിയബിളേ വേണ്ടൂ അല്ലേ. അപ്പോൾ ഈ മാർക്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇൻ എ ക്ലാസ് ടെസ്റ്റ് സം ഓഫ് ഷിഫാലിസ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഇസ് 30. അതായത് മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് പ്ലസ് സമ്മാണ് അല്ലേ, പ്ലസ് ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഇസ് ഈക്വൽ ടു എത്രയാണ്? 30 ആണ്. അസ്യൂം ചെയ്തിട്ടുണ്ട് മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് എക്സ് ആണെന്നും ഇംഗ്ലീഷിൻ്റെ മാർക്ക് വൈ ആണെന്നും. സോ ആസ് പെർ ദിസ് ഗിവൺ കണ്ടീഷൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സം എത്രയാണ്? 30. ഓക്കെ, സോ വൈ ഈസ് ഈക്വൽ ടു 30 പ്ലസ് എക്സിന് ആർ എച്ച് എസിലേക്ക് എടുത്ത മൈനസ് എക്സ്. ഓക്കെ, സോ വൈന് ഇൻ ടേംസ് ഓഫ് എക്സ് നമുക്ക് എഴുതാം. എന്താണ്? 30 മൈനസ് എക്സ് അല്ലേ. സോ ദിസ്, അതായത് മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് എക്സ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക് എത്രയായിരിക്കും? 30 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ്റെ നെക്സ്റ്റ് പാർട്ട് നോക്കാം. ഹാഡ് ഷീ ഗോട്ട് 2 മാർക്സ് മോർ ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് എക്സ് ആണെന്നാണ് അസ്യൂം ചെയ്തത്. ഇപ്പോൾ 2 മാർക്സ് മോർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2. So had she got 2 marks more in mathematics and 3 marks less in English. ഇംഗ്ലീഷിൻ്റെ മാർക്ക് 30 മൈനസ് എക്സ് എന്നാണ് കിട്ടിയത്. അതിൽ നിന്നും 3 മാർക്ക് ലെസ്, ദറ്റ് ഈസ് 30 മൈനസ് എക്സ് മൈനസ് 3 അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 30 മൈനസ് 3 ഈസ് 27. 27 മൈനസ് എക്സ്. The product of the marks would have been 210. സോ ഈ കണ്ടീഷനിലുള്ള മാർക്സിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്? 210 ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 ഇൻറ്റു 27 മൈനസ് എക്സ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്? 210. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 27 മൈനസ് എക്സ് പ്ലസ് 2 ഇൻറ്റു 27 മൈനസ് എക്സ് ഈക്വൽ ടു 210. x into 27, 27x plus into minus minus x into x, x square plus 2 into 27, 54 plus into minus minus 2 into x, 2x. 110 LHS like edukka. So plus 210 becomes minus 210 is equal to 0. Next like terms add cheya. 27x minus 2x. 27 minus 2 is 25. 25x, x square term വേറെ ഇല്ല. So minus x square. Next constant 54 and 210. 54 minus 210. 156 minus 156 ഈക്വൽ ടു 0. റീഅറേഞ്ച് ചെയ്യുക. ഫസ്റ്റ് എക്സ് സ്ക്വയർ ടേം, എക്സ് സ്ക്വയറിൻ്റെ സൈൻ ഇവിടെ മൈനസ് ആണ്. സോ മൈനസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് എക്സ് ടേം പ്ലസ് 25x മൈനസ് 156 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ സൈൻ നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ പോസിറ്റീവ് ആക്കണം. അതിന് നെഗറ്റീവ് സൈൻ ഔട്ട് സൈഡ് എടുക്കുക. നെഗറ്റീവ് ഔട്ട് സൈഡ് എടുത്താൽ ഇറ്റ് ബിക്കംസ് പ്ലസ് എക്സ് സ്ക്വയർ. പ്ലസ് സൈൻ ബിക്കംസ് മൈനസ് 25x. ഇവിടെ നെഗറ്റീവ് സൈനാണ്. സോ പ്ലസ് 156 ഈക്വൽ ടു 0. സെയിം ആസ് എക്സ് സ്ക്വയർ മൈനസ് 25x പ്ലസ് 156 ഈക്വൽ ടു 0. നമുക്കിവിടെ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് യൂസ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യും. ഇവിടെ എല്ലാം പ്ലസ് ആണ് അല്ലേ. ദറ്റ് ഈസ് എക്സ് സ്ക്വയർ
plus minus 25 x plus 156 equal to 0. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരുന്ന കേസിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്പേഴ്സ് എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻസ് വരാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എ ബി ആൻഡ് സിൻ്റെ വാല്യൂസ് നോട്ട് ഡൗൺ ചെയ്യാം. എ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്, എക്സ് സ്ക്വയർ ഇസ് സെയിം ആസ് 1x സ്ക്വയർ, സോ 1. ബി ഈസ് ഈക്വൽ ടു എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ദാറ്റ് ഇസ് മൈനസ് 25. C is equal to constant that is 156. Next summum product നോക്കുക. Sum is equal to B. B is equal to minus 25. Product is equal to A into C equal to A equal to 1 into C equal to 156. 1 into 156 is 156. Next numbers find out ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്പേഴ്സിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -25 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 156 കിട്ടണം. പ്രൊഡക്റ്റിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 156 2 into 78 is equal to 156 ആണ് അല്ലേ. നെക്സ്റ്റ് സമ്മിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. 2 and 78 ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും -25 കിട്ടില്ല അല്ലേ. അപ്പോൾ എഗെയിൻ ഡിവൈഡ് ചെയ്യുക. 2 into 2 4 and 39. 4 into 39 is equal to 156 ആണ്. നെക്സ്റ്റ് സമ്മിൻ്റെ കണ്ടീഷൻ നോക്കുക. സം ഈക്വൽ ടു -25 ആണ്. 4 and 39 സം ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് -25 കിട്ടില്ല. എഗെയിൻ ഡിവൈഡ് ചെയ്യുക. സോ 2 into 2 4 into 3 12. 12 and 13. 12 and 13 ആഡ് ചെയ്താൽ 25 കിട്ടുന്നുണ്ട്. ആൻഡ് പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു 156 തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളെ നമ്പേഴ്സ് 12 and 13 ആണ്. നെക്സ്റ്റ് നമ്മളെ നമ്പേഴ്സിൻ്റെ സൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനിവിടെ സം ഇസ് ഈക്വൽ ടു -25 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് 12 and 13 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 25 കിട്ടിയത് അല്ലേ. അപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിനും സെയിം സൈൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ആൻസറിൽ നെഗറ്റീവ് സൈൻ ആണ്. സോ എന്താണ്, രണ്ട് നമ്പേഴ്സിനും സെയിം സൈൻ ആണ്, അത് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ -12 അതായത് -12 പ്ലസ് -13 is equal to -12 plus -13 is equal to -25 -12 into -13. 12 into 13 is equal to 156 and minus into minus equal to plus. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. നമ്പേഴ്സ് എന്തൊക്കെയാണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക. -12 പ്ലസ് -13 -25 സ്പ്ലിറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് 1x സ്ക്വയർ പ്ലസ് -12 പ്ലസ് -13x പ്ലസ് 156 ഈക്വൽ ടു 0. സ്ക്വയർ പ്ലസ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. -12 ഇൻറ്റു എക്സ് -12x -13 into x -13x plus 156 equal to 0. x square bracket open ചെയ്യുക plus -12x plus -13x 156 equal to 0. ഗ്രൂപ്പ് ചെയ്യുക. സ്ക്വയർ -12xൽ x കോമൺ ആണ്, സോ ഔട്ട് സൈഡ് എടുക്കുക. റിമൈനിങ് x -12. നെക്സ്റ്റ് 13 കോമൺ ആണ്. 156 എന്ന് പറഞ്ഞാൽ 12 into 13 ആണ്. സോ 13 കോമൺ ആണ്, ഔട്ട് സൈഡ് എടുക്കുക. -13 ഔട്ട് സൈഡ് എടുക്കുക. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് -13 ഔട്ട് സൈഡ് എടുത്താൽ റിമൈനിങ് +x. -13 ഔട്ട് സൈഡ് എടുത്താൽ ഈ പ്ലസ് ബിക്കംസ് മൈനസ്, പിന്നെ റിമൈനിങ് എന്താണ് 12 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ x -12 കോമൺ ആണ്, ഔട്ട് സൈഡ് എടുക്കുക. x -12 ഇൻറ്റു x -13 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഐദർ x -12 is equal to 0 or x -13 is equal to 0. x -12 is equal to 0 implies x equal to 12 RHS -12 RHS എടുത്താൽ it becomes +12
or x minus 13 is equal to 0 implies x equal to 13 plus 13. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, മാർക്സ് ആണ്. അപ്പോൾ രണ്ടും നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ രണ്ട് മാർക്സും പോസിബിളാണ്. ഓക്കെ ഓക്കെ അപ്പോൾ രണ്ട് കേസ് പോസിബിളാണ്. ഫസ്റ്റ് കേസിൽ വെൻ എക്സ് ഈക്വൽ ടു 12 then y is equal to 30 minus 12 18. Okay, second case le x equal to 13, when x equal to 13 y is equal to 30 minus 13, that is 70. Okay, അത് ഫൈനൽ റിസൾട്ട് മാത്സിൻ്റെ മാർക്ക് 12 ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക് 18, മാത്സിൻ്റെ മാർക്ക് 13 ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക് 17. ഓക്കെ, result marks in mathematics equal to 12, then marks in English equal to 18, or marks in mathematics equal to 13, then marks in English is equal to 70.